തസ്യോർധേ ഹൃദി പങ്കജം സുലളിതം ബന്ധൂക കാന്ത്യോജ്വലം കാന്ത്യൈർ ദ്വാദശ വർണ്ണൈക രൂപഹിതം സിന്ധൂര രാഗാന്യതൈ നാംനാല അനാഹത സംജ്ഞഹം സുര തരും വാഞ്ചധീരക്തപ്രഭം വായോർമണ്ഡലമത്ര ധൂമസദൃശ്യം ഷട്കോണേ ശോഭാനിധം. ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തായി ബന്ധൂക പുഷ്പകാന്തിയോടുകൂടിയത് ലളിതവും മനോഹരവുമായ 12 ദളങ്ങളോടുകൂടിയത് ക തുടങ്ങിയ 12 സിന്ദൂര വർണ്ണത്തോടുകൂടിയ അക്ഷരങ്ങളുള്ള ആയ ചക്രം സ്ഥിതി ചെയ്യും. ഈ ചക്രം അനാഹത ചക്രമെന്ന പേരിൽ അറിയപ്പെടുന്നു. കൽപ്പവൃക്ഷത്തെ പോലെ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പ്രദാനം ചെയ്യുന്നതുമാണ്. 6 കോണുകളോടുകൂടിയത് ധൂമ്ര സദൃശ്യവുമായ വർണ്ണത്തോടുകൂടിയത് മനോഹരവുമായ വായുമണ്ഡലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഹൃത്പങ്കജം ഹൃദയത്തിലുള്ള പങ്കജം. സുലളിതം അത്യന്തം സ്നിഗ്ധത്തോടുകൂടിയത് കാധ്യ ക മുതൽ ട വരെ ക ഘ ഘ ഘ ങ ച ജ ജ ജ ഞ ട എന്നീ 12 അക്ഷരങ്ങൾ ദളങ്ങളിൽ നാംനാളാന അനാഹത സംജ്ഞകയം പേരുകൊണ്ടു അനാഹതം എന്ന് പ്രസിദ്ധം. ശബ്ദ ബ്രഹ്മമയ ശബ്ദോ അനാഹതസ്തത്ര ദൃശ്യതേ അനാഹതാഖ്യം പത്മം തന്മുനിഭി പരികീർത്തിതം. അനാഹതമെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചക്രത്തിൽ ശബ്ദബ്രഹ്മം ശ്രവ്യമാകുന്നതിനാൽ മുനിമാർ ഇതിനെ അനാഹതം എന്ന് സംബോധന ചെയ്യുന്നു. ശബ്ദമാകട്ടെ 2 വസ്തുക്കൾ കൂട്ടിമുട്ടാതെ ആവിർഭവിക്കുന്നതാകുന്നു. സുരതരു കൽപ്പവൃക്ഷം ഈ വൃക്ഷത്തിൽ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. വഞ്ചാതിരക്തപ്രഭം ആഗ്രഹിച്ചതിലുമധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നു. പത്മത്തിന്റെ കർണികയിൽ വായുമണ്ഡലസ്ഥിതി ധൂമ്രവർണ്ണവും 6 ചക്രത്തിന്റെ മുകളിലാണ് ഹൃദയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. അത്യന്തം മനോഹരവും ബന്ധൂക പുഷ്പത്തിന് സമാനമായ ഉജ്ജ്വല കാന്തിയുള്ളതല്ല, അതായത് രക്തവർണ്ണങ്ങളാണ്. ഈ കമലത്തിൽ 12 ദളങ്ങളുണ്ട്. ഈ ദളങ്ങളിൽ സിന്ദൂര വർണ്ണത്തിലുള്ള ഘം 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 ങം ചം ചം ജം ജം ഞം ടം ഹം എന്നീ 12 അക്ഷരങ്ങൾ ബിന്ദു സമേതമായി വൃക്ഷം കൽപ്പവൃക്ഷത്തിന് സമാനമായ കൽപ്പവൃക്ഷമായതിനാൽ ആഗ്രഹിച്ചതെല്ലാം നൽകുന്നത് ആഗ്രഹിച്ചത് അധികം നൽകുന്നു എന്ന വിശേഷണം കൽപ്പവൃക്ഷം ലോകത്തെ മാത്രം പ്രദാനം ചെയ്യുമ്പോൾ പത്മ മോക്ഷത്തെ കൂടി പ്രദാനം ചെയ്യുന്നു. പത്മത്തിൻ്റെ കർണികയിലായി 6 കോണുകളോടുകൂടിയ വായുമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. ഇത് ധൂമ്ര വർണ്ണത്തിലുള്ളതാണ്. തന്മധ്യേ പവനാക്ഷരം ച മധുരം ധൂമാവലി സരം
ക്ഷയേന ലസിതം കൃഷ്ണാവിരുദ്ധം തന്മധ്യേ കരുണാനിധിനാമമലം അനിഭ്യാമഭയം വരം ച അനാഹത ചക്രത്തിന്റെ മധ്യത്തിൽ അതിസുന്ദരവും ധൂമ്രവർണ്ണത്തിലുമുള്ള 4 കൈകളിൽ ശോഭിക്കുന്ന കൃഷ്ണസാരത്തിന്റെ മുകളിലിരിക്കുന്ന രൂപത്തിലും വായുബീജമായ യം എന്ന ബീജാക്ഷരം അതിന്റെ മധ്യത്തിലായി കരുണാനിധിയും ഹംസത്തിന് തുല്യമായ നിർമ്മല കാന്തിയോടുകൂടിയവനും ഈശ്വരന് പ്രസിദ്ധമായ നാമത്തോടുകൂടിയവനും 3 ലോകങ്ങളെയും രക്ഷിക്കുന്നവനും കൈകളിൽ വരദ അഭയമുദ്രകൾ ധരിച്ചിരിക്കുന്നവനുമായ രുദ്രേശ്വരൻ സ്ഥിതി ചെയ്യുന്നു. പവനാക്ഷരം യം എന്ന വായുബീജം മധുരം മനോഹരം, ധൂമാവലി ദൂസരം, ധൂമ്ര ശ്രേണിയാൽ ചുറ്റപ്പെട്ട ശരീരമാകയാൽ ധൂമത്തിന് സമമായ ധൂമ്രവർണ്ണത്തോടു കൂടിയത്, കൃഷ്ണാധിരൂഢം കൃഷ്ണസാരം എന്ന മൃഗത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. വരുണ ഹസ്തത്തിൽ പാശം എന്ന ആയുധത്തെ പ്രസ്താവിച്ചിരിക്കുന്നു. വായുഹസ്തത്തിൽ അങ്കുശമുണ്ടെന്ന് ധരിക്കുകയും വേണം. അനന്തരം വായുബീജത്തിലുള്ള രുദ്രേശ്വരന്റെ സ്ഥിതിയെ ശിവന് എല്ലായിടത്തും 3 കണ്ണുകളാണ്. 3 ഇപ്രകാരം ഗ്രേവേയാംഗതഹാരനൂപുരാധരം ക്ഷൗമം അംബരം ചിന്തയേത് എന്ന് തുടങ്ങുന്ന ഈശ്വര ക്ഷൗമാംബരം വെളുത്ത വസ്ത്രം ധരിച്ച് അവനെന്ന് ചിന്തിച്ചു കൊള്ളേണ്ടതാണ്. കാന്തം കാന്ത ശശാങ്ക കോട്ടികിരണം പ്രോദ്യുത്കബോധോജ്ജലം. പവനാക്ഷരം എന്നാൽ യം എന്ന ബീജമാകുന്നു. യം മൂർത്തി ആകൃതി കൊണ്ട് ചതുർഭുജനാകുന്നു. വായുമണ്ഡലം ധൂമ വർണ്ണത്തോളത്തിലാണ്. വായുബീജം ധൂമാവലിയിൽ മൂടപ്പെട്ടതാകയാൽ ധൂസര വർണ്ണത്തിലുമുള്ളതുമാകുന്നു. ഇതിൻ്റെ വാഹനം കൃഷ്ണസാരമാകുന്നു. കൃഷ്ണസാരമെന്നാൽ കൃഷ്ണമൃഗം അതിൻ്റെ വേഗത കൊണ്ട് പ്രസിദ്ധമാകയാൽ വായുവിൻ്റെ വാഹനമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അനാഹത ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത രുദ്രേശ്വരനാകുന്നു. ഈശ്വരൻ സൂര്യസമാന കാന്തിയോടുകൂടിയവനും നിർമ്മലനും 2 കൈകളുള്ളവനും വരദ അഭയമുദ്ര ധരിച്ചിരിക്കുന്നവനും 3 ലോകങ്ങളെയും രക്ഷിച്ചു പോരുന്നവനും ആകുന്നു. അത്രാസ്തേ ഖലു കാഘിനീ നവ തടിത്പീത ത്രിനേത്രാശുഭാം സർവാലങ്കാരണന്യത ഹിതകരി സൗമ്യജനാനാം മുധാം ഹസ്തൈ പാശ കപാല ശോഭനാവരാൻ സബിഭ്രതി ച അഭയം മത്ത പൂർണ്ണ സുധാധാരസാർദ്രഹൃദയേ കങ്കാളമാലാധരാം. പുതിയ മിന്നർ പിണർ പോലെ പീത വർണ്ണത്തോടുകൂടിയതും ശുഭയും സന്തോഷം കൊണ്ട് മതിച്ചവളും ത്രിനേത്രയും എല്ലാവർക്കും ഹിതകാരിണിയുമായ കാകിനീ ദേവി ഇവിടെ വസിക്കുന്നു. സർവാഭരണങ്ങളണിഞ്ഞവളും അവളുടെ 4 കൈകളിൽ പാശം, കപാലം, വരമുദ്ര, അഭയമുദ്ര എന്നിവ ധരിച്ചവളും ആകുന്നു. അമൃതപാനം ചെയ്തുകൊണ്ട് അവളുടെ ഹൃദയം മാർദ്ധവമുള്ളതുമാകുന്നു. മത്ത സ്വഭാവസ്ഥ സന്തോഷത്താൽ മതിച്ചു നിൽക്കുന്ന സ്വഭാവത്തോടുകൂടിയത്. പൂർണ്ണ സുധാര രസാർദ്ധഹൃദയെ സമ്പൂർണ്ണ തൃപ്തിയെ ജനിപ്പിക്കുന്ന അമൃത് പാനം ചെയ്യുകയാൽ മാർദ്ധവമേറിയതും പരോൾ ഉപകാര തൽപരമായ ഹൃദയത്തോടുകൂടിയവളും എന്ന് താൽപ്പര്യം. സഹസ്രതള പത്മത്തിൽ നിന്ന് ഊറുന്ന പരമാമൃതമായ അമൃതത്തെ ആസ്വദിക്കുകയാൽ സമ്പൂർണ്ണ സംതൃപ്തമായതും
ഉദ്ബുല്ലമായതും മൃദുലമായതും ഹൃദയത്തോടു കൂടിയവൾ, കറുത്ത കൃഷ്ണ മൃഗചർമ്മം ധരിച്ചവളുമായ കാഗിനിയെ ധ്യാനിക്കുന്നു. കൃഷ്ണാംബരത്തെ ധരിച്ചവളും നാനാ ആഭരണഭൂഷിതയും ചന്ദ്രമുഖിയും നിത്യയും കാഗിനിയെ മന്ത്രസിദ്ധികാംക്ഷിക്കുന്നവർ ധ്യാനിക്കേണ്ടതാണ്. കാഗിനിയുടെ വിശ്വനാഥന്റെ തൻ്റെ ഷഡ്ചക്ര നിരൂപണം മേഘസംസ്ഥവും കരങ്ങളിൽ പാശം, ശൂലം, കപാലം, ധമരു ധരിച്ചവളും പീതവർണ്ണയും തൈരും അന്നവും കഴിക്കുവാൻ പ്രീതിയുള്ളവളും ആകുന്നു. മനോഹരമായ ശരീരം കുറച്ചെന്ന് കുനിഞ്ഞും ഹൃദയം വാരുണി എന്ന മദ്യം സേവിച്ച് ആനന്ദമയമായതുമാകുന്നു. അനാഹത ചക്ര കർണികയിലെ അധിഷ്ഠാന ദേവതയാണ് കാഗിനി. ചതുർഭുജയും ത്രിനേത്രയും പാശം, കപാലം, വരം, അപദം, അഭയം എന്നീ മുദ്രകൾ ധരിച്ചിരിക്കുന്ന 4 കൈകളും ഹർഷത്തോടുകൂടി യോഗിമാരുടെ ഹിതം സാധിക്കുന്നവളും പ്രസന്ന ചിത്തയും സഹസ്രാര പത്മത്തിൽ നിന്ന് ഊറുന്ന അമൃത മൂലാധാരത്തിലുള്ള കുണ്ടലിനി പാനം ചെയ്യുന്നതുപോലെ പ്രത്യേക കമലങ്ങളിലുള്ള ദേവി ദേവന്മാരും ആ അമൃതപാനം ചെയ്യുന്നുണ്ട്. ഇപ്രകാരം അമൃതപാനം ചെയ്യുകയാൽ പൂർണ്ണാനന്ദരസത്തെ പ്രാപിച്ചവളുമാകുന്നു. ഹൃദയം ആർദ്രമാകുന്നു. സന്തോഷത്താൽ മതിച്ചവളും പ്രസന്ന ചിത്തയുമാണ് കാഗിനി ദേവത. ഏധന്നീരജകർണികാന്ധര ലസശക്തിം ത്രികോണാഭിതാം വിദ്യുത് കോടി സമാന കോമളവപൂ സാസ്ഥേ തദന്തർഗതാം ബാണാഖ്യ ശിവലിംഗ കോപികനഘാ കരാംഗരാഗോജ്വലാം മൗലൗവ സൂക്ഷ്മവിഭേദ യുഗ്മണീര വാ പ്രലോസലക്ഷ്മ്യാഘയാം 10 കോടി മിനർപ്പിണറിൻ്റെ ശോഭയോടുകൂടിയ ശരീരകാന്തിയുള്ള ശക്തി ആ താമരയുടെ കർണികയിൽ ത്രികോണമെന്നു പേരായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ ത്രികോണത്തിൻ്റെ അന്തർഭാഗത്ത് ബാണം എന്നു പേരായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു. ബാണലിംഗം മിന്നുന്ന സ്വർണവർണ്ണത്തോടുകൂടിയതും അതിൻ്റെ മൗലിയിൽ സൂക്ഷ്മവും രത്നത്തിലെന്ന പോലുള്ളതുമായ ദ്വാരമുണ്ട്. ഇവിടെയാണ് ലക്ഷ്മിയുടെ ലീലാവിലാസ കേന്ദ്രം. ത്രികോണാകൃതിയിലുള്ള ശക്തി. ഇതിൻ്റെ അധോമുഖത്തെ മനസ്സിലാക്കി. സ അസ്തേ, ആ ശക്തി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ത്രികോണം വായുബീജത്തിന് കീഴിലാകുന്നു. തത്ക്രോഢേ ഈശം തഥത സ്ത്രികോണേ ബാണലിംഗം. ആ ക്രോഡത്തിങ്കൽ ഈശ്വനും അതിൻ്റെ മധ്യഭാഗത്തായി ത്രികോണത്തിൽ ബാണലിംഗവും സ്ഥിതി ചെയ്യുന്നു. ബാണലിംഗത്തെ മൗലോ സൂക്ഷ്മവിഭേദയുന്ന് ശിവലിംഗത്തിൻ്റെ മസ്തകത്തിലായി അർദ്ധാകാരത്തിലുള്ള ചന്ദ്രബിന്ദുവിൽ യോഗത്താൽ ആ ബിന്ദുവിൽ മധ്യത്തിലായി ശൂന്യരൂപമായ ഉദ്ധാരം ഉണ്ട്. അതിൽ കൂടി എന്നർത്ഥം. ത്രികോണാന്തർബാണലിംഗം കനകാംബരാണയുധം ചന്ദ്രാർദ്ര മസ്തകം ദേവം മധ്യേ രക്താംബുജം പരം. ത്രികോണാന്തർ മധ്യഭാഗത്തായി കനകാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ബാണലിംഗം സ്ഥിതി ചെയ്യുന്നു. ആ ദേവത അർദ്ധചന്ദ്രാകാരത്തെ മസ്തകത്തിലണിഞ്ഞവനാണ്. അതിൻ്റെ മധ്യത്തിലായി രക്തവർണമായ പത്മം ശോഭിക്കുന്നു. മധ്യേ രക്താംബുജം. ഹൃദയപത്മത്തിൻ്റെ കർണികയ്ക്ക് അടിഭാഗത്തായി ഊർധ്വമുഖമായി രക്തവർണത്തിലുള്ള അഷ്ടതള പത്മം സ്ഥിതി ചെയ്യുന്നു. ഈ പത്മത്തിലാണ് മാനസപൂജ ചെയ്യേണ്ടത്. തന്മധ്യേ
അഷ്ടദളാരക്തം തത്ര കൽപ്പതരും തഥാ ഇഷ്ടദേവാസനം ചാരു ചന്ദ്രതഭാ വിരാജിതം. അതിൻ്റെ മധ്യത്തിലായി ചുവന്ന നിറത്തിലും ചന്ദ്രികയേറ്റ് ശോഭിക്കുന്നതും ഇഷ്ടദേവത വസിക്കുന്നതും 8 ദളങ്ങളുള്ളതും കൽപ്പവൃക്ഷ സമാനമായതുമായ പത്മം വിരാജിക്കുന്നു. തത്രാധേയേത് ഇഷ്ടദേവം തദ്വത് കൽപ്പോക്ത മാർഗദാം. ബാണലിംഗത്തിൻ്റെ ശീർഷഭാഗത്തായി ബിന്ദുപ്രകാശത്തെ വർണ്ണിക്കുന്നു. രത്നത്തിൻ്റെ മധ്യത്തിലായി കാണുന്ന തുളയെ പ്രകാരമോ അപ്രകാരമോ ശിവലിംഗത്തിൻ്റെ മുകൾ ഭാഗത്ത് ബിന്ദുരൂപത്തിലുള്ള ഒരു പ്രകാശമുണ്ടെന്നാശയം. അത്യന്തം ശോഭിക്കുന്ന അവിടെയാണ് ലക്ഷ്മിയുടെ വാസസ്ഥലം. അനാഹത പത്മത്തിൻ്റെ കർണികയിൽ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ത്രികോണത്തെയും ആ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാണമെന്ന് പേരോടുകൂടിയ ശിവലിംഗത്തെയും വർണ്ണിക്കുന്നു. അനാഹത പത്മ മധ്യത്തിലുള്ള ഈ ത്രികോണം അധോമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ശക്തിക്ക് ഉറവിടമായ ഈ പത്മം ആയതിനാൽ ത്രികോണ ആകാരത്തിലുള്ള യോനിയാണെന്ന് നിഷ്കർഷിച്ചു പറയുന്നു. ഈ യോനിയിലാണ് ബാണം എന്നു പേരായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ത്രികോണ ആകാരമായ ഈ യോനി കോടിക്കണക്കിന് മിന്നൽ പിണറുകൾക്ക് സമാനമായ കാന്തിയുള്ളതാകുന്നു. ഇത് അത്യന്തം സുന്ദരവുമാകുന്നു. ഈ ത്രികോണത്തിലുള്ള യോനിയിൽ ബാണം എന്നു പേരായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു. ഈ ലിംഗം സുവർണവർണ്ണവും അംഗരാഗം പോലെ അത്യന്തം ഉജ്ജ്വലവുമാകുന്നു. ഈ ശിവലിംഗത്തിൻ്റെ മസ്തകത്തിൽ ഒരു ദ്വാരമുണ്ട്. ഇത് അത്യന്തം സൂക്ഷ്മമാകുന്നു. രത്നത്തിനുള്ളിലായി കാണുന്ന അത്യന്തം സൂക്ഷ്മമായ ദ്വാരം പോലെയാണതിൻ്റെ ആകൃതി. ലിംഗാഗ്ര ഭാഗത്തെ അത്യന്തം മണി എന്ന് പറയാറുണ്ട്. ശിവലിംഗത്തിൻ്റെ ആകൃതി സ്പഷ്ടമാക്കി പുരുഷ ജനനേന്ദ്രിയത്തിൻ്റെ ആകൃതി എന്ന അർത്ഥം പോലെ ലിംഗം കമനീയമായി ശോഭിക്കുന്നു. ധേയേത് യോ ഹൃദി പങ്കജം സുരുതരൂം ശർവസ്യ പീഡാലയം ദേവസ്യാള നീലഹീന ദീപകലികാ ഹംസേന സംശോഭിതം ഭാനോർമണ്ഡല മണ്ഡിത അന്ധരലസത് കിഞ്ചൽക ശോഭാധരം വാചാ ഈശ്വരമീശ്വരേപി ജഗതം രക്ഷവിനാശോക്ഷമാം. ഹൃദയപത്മത്തെ ആര് ധ്യാനിക്കുന്നുവോ അവൻ വാഗ്ദേവന് തുല്യനായും ഈശ്വരനെ പോലെ ലോകത്തെ ദർശിക്കുന്നവനായും നശിപ്പിക്കുവാനും കഴിവുള്ളവനായും തീരുന്നു. അനാഹത പത്മമാകട്ടെ കൽപ്പതരുവ് പോലെ മഹാദേവന്റെ സ്ഥാനവും വാസസ്ഥലവുമാകുന്നു. ഹംസം എന്ന ജീവാത്മാവ് ഉള്ളതിനാൽ അതിമനോഹരവും കാറ്റില്ലാത്തിടത്ത് വെച്ചുള്ള ദീപനാളത്തെ പോലെ അചഞ്ചലവുമാകുന്നു. അതിൻ്റെ കർണികയിൽ ചുറ്റും സൂര്യമണ്ഡലത്തെ പോലെ ശോഭിക്കുന്ന അല്ലികൾ സ്ഥിതി ചെയ്യുന്നു. ഈ ഹൃദയ പങ്കജത്തെ ആര് ധ്യാനിക്കുന്നുവോ അവൻ വാഗ്പതിക്ക് ബൃഹസ്പതിക്ക് സമനായിത്തീരുന്നു. ബൃഹസ്പതി ദേവകളുടെ ഗുരുവാകുന്നു. ഈശ്വരനെ പോലെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള കഴിവ് സിദ്ധിക്കുന്നു. ആ സാധകൻ സൃഷ്ടികർത്താവും സംഹാരമൂർത്തിയും സ്ഥിതികർത്താവുമായി തീരുന്നു. പത്മത്തിൻ്റെ കർണികയിലെ ഹംസസ്ഥിതിയെ ജീവപ്രഭാവത്തെ കാറ്റില്ലാത്തിടത്ത് കത്തിച്ചുവച്ച ദീപശിഖ പോലെ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നതാണ് ജീവാത്മാവ് അഥവാ ഹംസ ധ്യാനം. സൂര്യമണ്ഡലത്തിന് സമാനമായി കേസരങ്ങളെയാണ് മറ്റെല്ലാ പത്മങ്ങൾക്കും കേസരങ്ങൾ ശോഭയുള്ളതാകയാൽ വിശേഷിച്ച് പറയേണ്ടതില്ല എന്നതിനാൽ ഇവിടെ സൂര്യമണ്ഡലം പോലെ പ്രശോഭിപ്പിക്കുന്നു എന്ന് പറയുന്നു. സൂര്യമണ്ഡലത്തിൻ്റെ കർണികാരൂപം കൊണ്ട് തേജസ്സിന് മറ്റെല്ലാ കേസരങ്ങളെക്കാളും ശോഭാധിക്യമുണ്ടെന്ന് സിദ്ധിക്കുന്നു.
കർണിക മുഴുവനും വ്യാപിച്ച് വായുമണ്ഡലത്തെയും അതിനു മുകളിൽ സൂര്യമണ്ഡലത്തെയും അതിനുപരിയായി വായുബീജം, ത്രികോണം മുതലായവയെയും ധ്യാനിക്കണം. മാനസപൂജയിൽ മം അഗ്നിമണ്ഡലായേ ദശകലാത്മനേ നമഃ എന്ന് തുടങ്ങിയ മന്ത്രങ്ങളിൽ മുകളിലായി വഹിനി ബീജം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്നിവ സ്ഥിതിയെ ധ്യാനിക്കേണ്ടതാണ്. അനാഹത പത്മത്തിൻ്റെ ധ്യാനബലത്തെക്കുറിച്ച് യാതൊരുവൻ അനാഹത പത്മത്തെ ധ്യാനിക്കുന്നുവോ അവൻ വാക്കിൽ ബൃഹസ്പതിക്ക് തുല്യനാകുന്നു. കൂടാതെ സമ്പൂർണ്ണ ലോകത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരകാരനായ മഹേശ്വരനായി തീരുന്നു. കൽപ്പവൃക്ഷത്തിന് സമാനമായ സമസ്ത അഭിഷ്ടവും നൽകുന്നതിനാൽ സമസ്തനായും സമർത്ഥനായും തീരുന്നു. അനാഹത പത്മം ബാണം എന്ന ലിംഗത്തിൻ്റെ ആധാരപീഠമാകുന്നു. ഈ പത്മത്തിൽ ഹംസം അഥവാ ജീവാത്മാവും താമസിക്കുന്നു. കാറ്റില്ലാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദീപത്തിന് തുല്യം അചഞ്ചലമായി പ്രകാശിക്കുന്നതും ജീവാത്മാവ് നിവസിക്കുന്നതും അനാഹതത്തിലാകുന്നു. സൂര്യമണ്ഡലത്തിൻ്റെ മധ്യം കേസരത്തിൻ്റെ ശോഭയെ വഹിക്കുന്നു. യോഗീശോ ഭവതി പ്രിയാത് പ്രിയതമാ കാന്താകുലസ്യ നിശം ജ്ഞാനേശോ വികൃതി ജിതേന്ദ്രിയ ഗണോദ്യാനാവ ധനക്ഷമാം ഗതൈ പദ്യേ പാദാദിഭിശ്ച സതതം കാവ്യാംബൂധരാവഹ ലക്ഷ്മീ രംഗണൈ ദേവത പരാപുരുഷത്തെ പ്രവിഷ്ടം ക്ഷണം. യോഗികൾക്ക് മഹേശ്വരനായ സാധകൻ, സ്ത്രീകൾക്ക് പ്രിയയാൽ പ്രിയതമനായും ജ്ഞാനികൾക്ക് ളിൽ വച്ച് ഈശ്വനായും സത്കർമ്മങ്ങളിൽ തൽപരനായും ഭവിക്കുന്നു. യോഗി ജിതേന്ദ്രിയനും കൂടിയാകുന്നു. അയാളുടെ മനസ്സ് ധ്യാനത്തിൻ്റെ മൂർധാനാവസ്ഥയിൽ ബ്രഹ്മസാക്ഷാത്കാരം അനുഭവിക്കുന്നു. പരിശുദ്ധനായ ജലത്തിൽ പ്രവാഹം പോലെ അവരിൽ നിന്ന് ഗദ്യപദ്യ രൂപത്തിലുള്ള വാക്കുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മിക്ക് പ്രീതിയുള്ള ദേവനായും തീരുന്നു. അവന് ഇഷ്ടാനുസരണം പരകായ പ്രവേശത്തിനും സാധ്യമാകുന്നു. അനാഹത പത്മത്തിൻ്റെ ചിന്തനം ആര് ചിന്തിക്കുന്നുവോ അവൻ സ്ത്രീകുലത്തിന് അത്യന്തം പ്രിയങ്കരനായിത്തീരുന്നു. ആ പുരുഷൻ സ്ത്രീകളെ ആകർഷിക്കുവാനുള്ള ശക്തിവിശേഷം സ്വയമേവ ആഗതമാകുന്നു. സപ്തഗതികളിൽ മനസ്സുറപ്പിച്ച പോലും അവരെ ഉപേക്ഷിച്ച് ഈ യോഗി അധികം താല്പര്യം കാട്ടുന്നു. ബ്രഹ്മചിന്തനത്തിൻ്റെ സ്വാഭാവികമായ ചിന്തയാൽ ആസനകാമം ഉണ്ടാവുന്നില്ല. എന്നാൽ അനാഹത പത്മത്തെ ധ്യാനിക്കുന്ന മനസ്സ് ആസനത്തിൽ അഭിനിവേശം കൊള്ളുന്നു. കൂടാതെ ലക്ഷ്മിയുടെ സമീപത്ത് വാഴുന്ന വിഷ്ണുവിനെ പോലെ ആനന്ദാനുഭവത്തിന് ഈ യോഗി പാത്രമാകുന്നു. ലക്ഷ്മി എന്ന പദത്തിന് സമ്പത്തു എന്ന് അർത്ഥമുണ്ട്. അതായത് അനാഹത ചിന്തകൻ സമ്പത്തിന് ഉടമയായിത്തീരുന്നു. പരകായ പ്രവേശവും സാധ്യമാകുന്നു. ബന്ധൂക പുഷ്പത്തിന് നിറമുള്ളതാണ് ഹൃദയപത്മം. അതിൻ്റെ 12 ദളങ്ങളിലായി കം മുതൽ ഠ വരെ, അതായത് കം, ഘം, 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 ങം, ചം, ചം, ജം, ജം, ടം, ഠം എന്നീ 12 അക്ഷരങ്ങൾ ബിന്ദുസഹിതമായും അരുണവർണ്ണത്തിലും സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ കർണികയിൽ വായുമണ്ഡലത്തിൻ്റെ ധൂമത്തിൻ്റെ നിറത്തോടുകൂടിയ ഷഡ്ചക്രവും അതിൻ്റെ മുകളിലായി 10 കോടി മിന്നൽ പിണരിൻ്റെ ആഭയോടുകൂടിയ ത്രികോണാകൃതിയിലുള്ള സൂര്യമണ്ഡലവുമുണ്ട്. അതിനു മുകളിലായി കൃഷ്ണമാനിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചതുർഭുജയും ഒരു കരത്തിൽ അങ്കുശം ധരിച്ചിരിക്കുന്നതും ധൂമ്ര വർണ്ണയുമായ വായുബീജം സ്ഥിതി ചെയ്യുന്നു. ഹംസത്തെ പോലെ ഈശ്വരൻ്റെ 2 കരങ്ങളിൽ വരവും അഭയവും എന്നീ മുദ്രകൾ കാണിക്കുന്നു. ഈ താമരയുടെ കർണികയ്ക്കുള്ളിൽ ഒരു ചുവപ്പ് താമരയിൽ കാഗിനി എന്ന ശക്തി ഇരിക്കുന്നു. അവൾ 4 കരങ്ങളോട് കൂടിയവളാകുന്നു. ഓരോ കരത്തിലും പാശം, കപാലം, വരം, അഭയം എന്നീ മുദ്രകളും വഹിച്ചിരിക്കുന്നു. അവൾ സ്വർണവർണ്ണമുള്ളവളും മഞ്ഞവസ്ത്രം ധരിച്ചിരിക്കുന്നവളും
സർവരത്നാഭരണങ്ങൾ അണിഞ്ഞവളും അസ്ഥിമാല അണിഞ്ഞവളുമാകുന്നു. അവളുടെ ഹൃദയം അമൃത് കൊണ്ട് മാർദ്ദവമുള്ളതാകുന്നു. ത്രികോണത്തിൻ്റെ മധ്യത്തിലായി ബാണലിംഗത്തിൻ്റെ രൂപത്തിൽ അർദ്ധചന്ദ്രനും ബിന്ദുവും മൗലിയിൽ ധരിച്ചിരിക്കുന്നതുകൊണ്ട് സുവർണ വർണ്ണത്തോടുകൂടി പ്രശോഭിക്കുന്നു. കാമത്താൽ ഉല്ലസിതനായിരിക്കുന്ന മഹേശ്വരന്റെ കീഴിൽ കംസത്തെ പോലെ ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഇത് വായുവില്ലാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദീപനാളത്തെ പോലെ സദാ എരിഞ്ഞു കത്തുന്ന രൂപത്തിലാണ്. അനാഹതവർണ്ണത്തിൻ്റെ കർണികയ്ക്കു കീഴിലായി 8 ദളങ്ങളോടുകൂടിയ തല മേൽപോട്ടായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചുവപ്പ് താമരയുണ്ട്. ഈ ചുവപ്പ് താമരയുടെ അന്തർഭാഗത്തായി കൽപ്പവൃക്ഷവും അലങ്കാരങ്ങളോടുകൂടിയ ദേവാലയവും സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് മാനസ ധ്യാനം